ഹലോ ഗൈസ്, ഇപ്പോൾ എന്തൊക്കെയുണ്ട് പാട്. അപ്പോൾ ഗൈസ് ഇന്നൊരു ഡേ മൈ ലൈഫ് വ്ളോഗായിട്ട് വന്നൊക്കെയാണ്. ഇന്നൊരു ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ നീച്ച് നിസ്കരിച്ച് മദ്രസ ഉണ്ടായിരുന്നു. അപ്പോൾ മദ്രസയ്ക്ക് പോകാനുള്ള പ്രിപ്പറേഷൻസാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. എനിക്ക് പുതിയ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷാളാണ് ഇപ്പോൾ ഇതിട്ടാ. പിന്നെ എന്താ രാവിലെ നീച്ച് എനിക്ക് കോൺഫ്ലെക്സ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. എനിക്കെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറയാം അത് വന്നിട്ട് ഇപ്പോൾ അത് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് തിന്നു. പിന്നെ ഇതിൽ ഞാനിപ്പോൾ മദ്രസ വിട്ടുവന്ന് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത വീഡിയോ എടുക്കുന്നത്. കാരണം എനിക്ക് ഓർമ്മയില്ല, അതാണ് സംഭവം ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പം ഞാൻ വിചാരിച്ച് മാറ്റിയിട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കുളിച്ച് മാറ്റി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ എനിക്ക് പറ്റുന്ന ചില ക്ലിപ്സ് ഞാൻ എടുക്കണുള്ളൂ. എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഡേ മൈ ലൈഫ് ഞാൻ എടുക്കണ്ടല്ലോ. അതെ, സത്യം പറഞ്ഞാൽ അങ്ങനെ ഓർമ്മ കിട്ടണതിനനുസരിച്ച് ഞാൻ എടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഇങ്ങനത്തെ ഫുഡായിട്ട് കുഴിമന്തി ആയിരുന്നു ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ ഞാനത് തിന്നിട്ട് വരാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി നീച്ച് അപ്പോൾ നിസ്കരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും ഇപ്പോൾ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ രാത്രി ആയിട്ടുണ്ട്, 8 മണി ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കർമ്മയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവരെ എനിക്ക് സർപ്രൈസ് തരാനാണ് ഈ പോകുന്നത്. അത് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. അപ്പോൾ ഫോണിൽ ചാർജ് ചെയ്തിട്ട് ഞാൻ എടുക്കാത്തതാണ് കേട്ടോ വീഡിയോ, അതിൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ. അത് കഴിഞ്ഞിട്ട് വണ്ടി തിരിക്കാനാണ് ഞങ്ങൾ പാലത്തിൻ്റെ അവിടെ ഇറക്കിയിട്ട് അവർ നേരെ കേക്കൊക്കെ വെക്കാനായിട്ട് പോയത്. സംഭവം സെറ്റാക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ എന്നോട് പറഞ്ഞിട്ടുള്ളത് തിരിച്ചു തരാനൊക്കെയാണ് എന്നാണ്. എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നോട് പറഞ്ഞില്ല. അങ്ങനെ എൻ്റെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സ് കാണിച്ചു തന്നില്ല. ഇത് എനിക്ക് എൻ്റെ അമ്മമ്മ എടുത്തു തന്നതാണ് കേട്ടോ. അതിന് എന്തായാലും ഫോട്ടോ കൂടെ കാണിച്ചു തരാം. വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഫോട്ടോ കാണിച്ചു തരാം. അങ്ങനെ ഇതാണ് കേട്ടോ ഡ്രസ്സ്. അങ്ങനെ ഇവർ ബാക്കിൽ ഇതൊക്കെ സെറ്റാക്കിയിട്ട് ലാസ്റ്റ് എന്നെ വിളിച്ചിട്ട് അപ്പോൾ എൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ എന്തായാലും എടുത്തില്ല, ആരും എടുത്തില്ല. എന്തായാലും ഭയങ്കര ഒരു സന്തോഷം സങ്കടം ഒക്കെ ഒപ്പം വന്ന ഒരു ഇതായിരുന്നു. എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷം ഇതൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക്. ഇതൊക്കെയാണ് ഇവർ സെറ്റാക്കിയതാണ്. അങ്ങനെ ഗായ്സ് ഞാൻ കേക്കൊക്കെ മുറിക്കുകയാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ എൻ്റെ മുഖത്ത് കാണാമല്ലേ. അതിൻ്റെ ഇടയ്ക്ക് പോപ്പറൊക്കെ പെട്ടെന്ന് പൊട്ടിച്ച ആ ഒരു നെട്ടലാണ് ആ കണ്ടതൊക്കെ. ആ പോപ്പർ പൊട്ടിച്ച എല്ലാ സാധനവും ആ കേക്കുമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ മുറിച്ച് ഒരു പീസ് തിന്ന്. പിന്നെ ഉമ്മാക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു. ഉമ്മാക്ക് കൊടുത്ത് എല്ലാവർക്കും കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് സ്പ്രേ അടിച്ച് അങ്ങനെ അവിടെ പോയി. പിന്നെ എന്നെ കുളിപ്പിച്ചെടുത്തെന്ന് തന്നെ പറയാം. പിന്നെ താഴത്തൊരു ഫ്രെയിം അതുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ളൊരു ഫ്രെയിം, എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫോട്ടോസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു എഡിറ്റിങ്ങും ആ ഫോട്ടോ എഡിറ്റ് ചെയ്തതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനത്തെ ഒരു അതാണെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് തീർന്നിട്ടില്ല. അങ്ങനെ കുറേ നേരം നിന്ന് നോക്കി ഇതാണ് ഇട്ടത്. എനിക്കിഷ്ടമായി. എൻ്റെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സൊക്കെ എടുത്തുള്ള ആ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് അത് എഡിറ്റ് ചെയ്തിട്ടുള്ളതും. എന്തായാലും അതൊക്കെ ഇഷ്ടമായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അനിയൻ്റെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമുള്ള ഒരു അതിനെന്താ പറയുക, ഒരു പെന്നിൻ്റെ എന്താ പറയാൻ എനിക്കറിയില്ല. പല കളറായിട്ടുള്ള ഒരു പെന്നുണ്ടല്ലോ, അതിന് തൂവലൊക്കെ ആയിട്ടുള്ള എന്താ അതിന് പറയാൻ എനിക്കറിയില്ല. അങ്ങനത്തെ ആ ഒരു പെന്നുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമാണ്. എന്നിട്ടൊരു കെട്ടിപ്പഴുത്തൊക്കെ ഉണ്ടായി. അതിൻ്റെ അടുത്ത് ഞാൻ ഡാൻസ് കളിക്കുന്നതായിരിക്കും എൻ്റെ കാക്ക എനിക്ക് പെട്ടെന്ന് ഈ ഒരു 2 ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു. ഇതൊക്കെ കൂടി ഇങ്ങനെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് സങ്കടം വന്ന്. പക്ഷെ എന്തായാലും കാണിക്കൂല എന്ന് ഞാൻ അപ്പോൾ കാണിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ ഗിഫ്റ്റ് ആക്കിയിട്ട് നോക്കുമ്പോൾ എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു കപ്പായിരുന്നു. 2 ഫോട്ടോ ഉണ്ട് കേട്ടോ. പിന്നെ ഇതായിരുന്നു ഗൈസ് വലിയൊരു കുറേ മുട്ടായികൾ വലിയ പെട്ടി ഒക്കെ ഉണ്ടായിരുന്നു. ടാറ്റ പറഞ്ഞ് പിന്നെ കാക്കാനെ വന്ന് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് സന്തോഷമൊക്കെ ഒപ്പാണ്ട്. പിന്നെ ഞാൻ ഒരു ഡാൻസൊക്കെ കളിച്ച് അത് കുറച്ച് ഇവിടെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓട്ടോറിക്ഷയിൽ നിന്ന് പോണ ആൾക്കാരൊക്കെ കേക്ക് ഉണ്ടോ മുട്ടായി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കേക്ക് കഴിഞ്ഞു പോയി. മുട്ടായി കൊടുത്ത് കുറേ ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന കുറേ ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ബൈക്കിൽ പോണവരും കാറിൽ പോണവരും എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ലാസ്റ്റ് അവർ എനിക്കിട്ട് പണി വന്ന് ഈ എന്താണ് ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായി എനിക്ക് അതുണ്ടല്ലോ അതും പിന്നെ കേക്കിൻ്റെ ബോക്സൊക്കെ ഉണ്ടായിരുന്നു അതും പിന്നെ പേപ്പർ പൊട്ടിച്ച് കുറേ സാധനങ്ങൾ ഒക്കെ എന്നെ കൊണ്ട് എടുത്തിച്ച് കാറിൻ്റെ ഡിക്കിയിൽ വെക്കാൻ പറഞ്ഞിട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം ചില്ല് ചെയ്ത് നേരെ നെസ്റ്റോക്ക് ഇട്ടിട്ടോ. അങ്ങനെ നെസ്റ്റോയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് എന്താണ് ഫുള്ളതൊരു എന്താണ് ഡേ മൈ ലൈഫായിട്ട് കൂട്ടാൻ പറ്റുമെന്ന് ഒരിക്കൽ എന്നോട് ചോദിക്കരുത്. കാരണം എനിക്കറിയില്ല, ഞാൻ മറക്കുകയാണ് സത്യം പറഞ്ഞിങ്ങനെ എടുക്കണമെന്നൊന്നും. അങ്ങനെ ഇതൊക്കെയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.